സിവിൽ സർവീസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്ക് മുതൽ, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് മുതൽ പഠിക്കണം എന്ന് പറയുമല്ലോ. അപ്പോൾ ആ NCERT ടെക്സ്റ്റ് ബുക്ക് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൽ ഉണ്ടാകുമോ? അതെ, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠനത്തിൻ്റെ ഒരു റിസർച്ച് നടത്തി നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് NCERT നെഗ്ലക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാനും വലിയ പാടാണ്. അതുകൊണ്ട് NCERT ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾ NCERT കൃത്യമായിട്ട് ഒരു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഈ പറയുന്ന സബ്ജക്ട്സ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 50% നിങ്ങളുടെ വർക്ക് കഴിഞ്ഞു അവിടെ. അപ്പം അതിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ NCERT ബേസ്ഡ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള എല്ലാ സബ്ജക്ട്സിനും NCERT ബേസ്ഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതും ഈ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് തന്നെ. അതും 1 മണിക്കൂറിന് 2 മണിക്കൂറിന് ലെക്ചർ അല്ല, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, ചിലത് 5 മിനിറ്റ്, 6 മിനിറ്റ് വരുന്ന ലെക്ചേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് അവൈലബിൾ ആണ്. അപ്പം NCERT പഠിച്ചതിന് ശേഷം മാത്രമേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക വ്യക്തിപരമായ അഭിപ്രായം. അതാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.